നമ്മൾ ഇടുക്കി ജില്ലയിൽ എത്താൻ തന്നെ കാരണമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ കാണുന്ന മിസ്റ്റി ലാവൻഡർ എന്നുള്ള പ്രോപ്പർട്ടി കണ്ടിട്ടാണ് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യാനും ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാനും വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. കാടിനകത്തേക്കുള്ള ട്രക്കിങ്ങും ഈ കാണുന്ന ഹട്ടിലുള്ള താമസവും എല്ലാം ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള കാൽവരി മൗണ്ടിൻ്റെ തൊട്ട് താഴെയാണ് ഈ ഒരു സ്റ്റേ. ഇവിടെ നമുക്ക് ഹട്ടുകളിലോ അല്ലെങ്കിൽ ഏപ്രൈം കോട്ടേജിലോ വേണ്ട, നമുക്ക് ടെൻ്റ് അടിച്ചിട്ട് വരെ സ്റ്റേ ചെയ്യാൻ പറ്റും. ഈ ഒരു മനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമുക്കിവിടെ എത്തിക്കഴിഞ്ഞാൽ കാണാനുള്ളത്. മൊത്തം മൂടമഞ്ഞടിച്ചിട്ട് നല്ല അടിപൊളി വ്യൂ. ഇതാണ് നമ്മുടെ ഏപ്രൈം കോട്ടേജ് വരുന്നത്. മണ്ടയിലേക്ക് പോകണോ? ഞങ്ങൾ വെറുതെ ഒന്ന് കയറിയിട്ട് വരാം. എത്ര എങ്ങനെ നടക്കാണ്ട് കുറെ ദൂരം ഇവിടെ നേരെ പോയാൽ മതി. ഇത് കണ്ടോ, തൊട്ട് മണ്ട വരെ പോകണം. അത് വരെ എത്തണം അല്ലേ? ഓക്കെ, നിങ്ങൾ അവിടെ പോയി തിരിച്ചൊന്ന് വരാമോ? ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തണമെങ്കിൽ അത്യാവശ്യം കുറച്ച് ഓഫ് റോഡ് വഴി കൂടെ നടന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ബൈക്കായിട്ടൊക്കെ വരികയാണെങ്കിൽ ഒരു ഓഫ് റോഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വഴി ഇവിടെ നമുക്ക് കിട്ടും. കയറി ചെല്ലാം അത്യാവശ്യം ഉണ്ടല്ലേ? ഞാനോട് കയറി ചെന്നായിരുന്നു. അതെ, ഈ വളമൊക്കെ പിന്നെ അതെ. വെറൈറ്റി അല്ലേ? ടെന്റിൽ ഒന്ന് കാണാൻ താമസിച്ചിട്ട് മനോഹരമായിട്ടുള്ള ഏറ്റവും ടോപ്പിലെ വ്യൂ അത് നമ്മൾ രാവിലെ പുലർച്ചയ്ക്ക് പോയിട്ട് കാണാമെന്നുള്ള പ്ലാനിലാണ്. നേരത്തെ കൂട്ടിയിട്ട് നമ്മളിവിടെ ഒരു ക്യാമ്പ് ഫയറൊക്കെ നടത്തിയിട്ട് അടുത്ത ദിവസം രാവിലെ തന്നെ 5 മണിക്ക് നീച്ച് ടോപ്പിലെത്താനുള്ള പരിപാടിയിലാണ്. സൺറൈസ് കാണുകയാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ പരിപാടി. കുറേ കാലമായിട്ട് നമ്മൾ കാണാത്ത ആ ഒരു സൺറൈസിൻ്റെ മനോഹാരിത കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ 5 മണിക്ക് തന്നെ നീച്ച് പുറപ്പെട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കാൽവരി മൗണ്ടിൻ്റെ വ്യൂ പോയിന്റിലേക്ക് കയറാൻ. സമ്മതിക്കല്ലേ? കട ഞാൻ കുത്തനെ പിടിക്കാൻ പോയി. ഓക്കെ, നോക്കണം കേട്ടോ. വിച്ചു നോക്കി നോക്കി വിച്ചു ഓടി നോക്കിട്ട് ഇതാ ഞാൻ പറഞ്ഞത്. നോക്ക് ഓക്കെ.
ചിരിർത്തമ്മയ്ക്കല്ല പെട്ടു. നീ കുഞ്ഞിനെ ഞാൻ കേട്ടെടുത്തോളൂ. ഞാൻ നടന്നു പോകാൻ കുഞ്ഞാ നോക്ക് കുഞ്ഞാ അങ്ങോട്ട് നോക്ക്. മേഘൊക്കെ അതാ താഴെ നമുക്ക് കുപ്പിയിലാക്കാ. മേഘത്തെ കുപ്പിയിലാക്കുക നോക്കതൊക്കെ മേഘ നിക്കണം പൊന്ന. മിന്നെ കുപ്പിയിലാക്കണ പോലെ അവിടേക്ക് നോക്കിയാ മേഘ നിക്കണത്. മേഘല്ല കോടാണല്ലേ. കുഞ്ഞ കൂക്കണ്ടേ കൂക്കണ്ടേ ആ കൂക്ക് തുറക്കത്തില്ല. ഇല്ല ഇതിങ്ങനെ വഴി അങ്ങോട്ട് ഇല്ല കേട്ടോ. ഇവിടെ ഉള്ളൂ അല്ലേ. ഇറങ്ങി പോവാ. അങ്ങനെ ഇറങ്ങി പോകേണ്ട വഴി. ഇത് നീലക്കുറിഞ്ഞിയുടെ ഇത് കേട്ടാ. ചെടി ഇതാണ് ഉണങ്ങി നിൽക്കുന്നുണ്ടല്ലേ. ഇതൊക്കെ നീലക്കുറിഞ്ഞിയാ നോക്കി. ആ അതെ ഇത് പൂത്ത് നിക്കണ സമയത്ത് നല്ല രസമുള്ളത് മാത്രമേ ഉള്ളൂ. ആ നീല പൂതല്ലേ ഇതാ 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 നിക്കണം. ആ ചെറിയ പൂവുണ്ട് അതിനല്ലേ. നോക്കണേ താഴെ നോക്കണം. അതുപോലെ നോക്കണേ താഴെ പോകരുത്. ഇന്നലെ കണ്ട സ്ഥലം ഇത്. അതന്നെ രാത്രിയില് നമ്മള് കണ്ടേക്കട്ടെ എത്ര വ്യത്യാസം നോക്കി. ഇതാ നീലക്കുറിഞ്ഞിതാ. പിന്നെ ഇതാണ് കേട്ടോ നീലക്കുറിഞ്ഞി. എന്താ അതിന്റെ പേര്? നോക്കാം. അതിലൊക്കെ നിറയെ പൂവുണ്ട്. കണ്ടുവോ? വിച്ചു അങ്ങോട്ട് വന്നിട്ട് ഇത് എടുത്ത. ഇതാണ് നമ്മള് മറ്റേ ഇതില് കാണുന്ന സ്ഥലം. റീൽസിൽ കാണുന്നത് എവിടെ ഒരുങ്ങി നിക്കണം. നോക്കി നിക്കണം. ചേട്ടാ കാറ്റുണ്ട് കൊണ്ടിട്ട് അവിടെ. ആ അവിടെ പൊന്തുന്നുണ്ട്. ഇങ്ങനെ അതുവരെ ഇത് വന്ന് നമ്മൾ എവിടെയെങ്കിലും എത്തുട്ടോ. കാണുമ്പോ എല്ലാ സ്ഥലങ്ങളും ഇല്ല നമ്മളെന്തായാലും ഉണ്ടാക്കട്ടെ. അല്ലെങ്കിൽ അവിടെ ഒന്നും ഞാൻ നോക്കിക്കോ. ഇവിടെ തന്നെ ഉള്ളു സെയിം വ്യൂ. ഇതേണ്ട നീലക്കുറിഞ്ഞി എന്താ. ഇതാണ് നീലക്കുറിഞ്ഞി. ഈ കാണുന്നത് നീല കളറിൽ ഇതിങ്ങനെ നിൽക്കുന്നില്ലേ. ഇങ്ങനെ മുഴുവനായിട്ട് ഈ പാറ മൊത്തം പുലർച്ചെ 5 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. സൂര്യോദയം കാണണം, നീലക്കുറിഞ്ഞി കാണണം, രണ്ടും സാധിച്ചു. സെറ്റ് സ്ഥലം. ഈ സൈഡ് കൊക്കയാണ് കേട്ടോ. ഈ സൈഡ് കൊക്കയാണ് കുഴിയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവും ഇതിനെ ഫ്ലോ ആയിട്ടുള്ള സ്ഥലം. ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ച കണ്ടുകൊണ്ട് ഒരിക്കലും ഇതുപോലെ ചായ കുടിച്ചിട്ടില്ല. അത്രയും എക്സൈറ്റിങ്ങിലാണ് നമ്മളെല്ലാവരും ഉള്ളത്.
അങ്ങനെ ഒരു അടിപൊളി സ്റ്റേയും കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് അടുത്തത് ഇനി ട്രക്കിങ്ങിനാണ് പോകാൻ പോകുന്നത്. കാടിൻ്റെയൊക്കെ ഉള്ളിൽ കൂടെ ഉള്ള ഒരു അടിപൊളി ട്രക്കിങ്, അത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.